ശനിയാഴ്ചക്കത്തെ വീഡിയോ കേട്ടാ ഏകദേശം 7 മണി 6:45. എൻ്റെ വീഡിയോ എപ്പോഴും ലൈവായിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് ഏകദേശം പഴുത്തുക്കണേ. ഇത് ഇത്ര ചെറുതന്നെ ഉണ്ടാവുള്ളൂ, അത് വലുതാവില്ല. ഞാനിന്നിപ്പോൾ രാത്രി പോയിട്ട് ഓമക്കായ എന്നാണ് ഞങ്ങളവിടെ പറയാം. ഓമക്കായിട്ട് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ പുലർച്ചെ 6 മണിക്ക് വന്നിട്ട് 4 തെങ്ങ കയറാൻ വയ്ക്കണില്ല. എന്താ നിങ്ങളോടൊക്കെ പറയാം, ബോംബെത്തെ ചൂടും നാട്ടിലെ എല്ലാവരോടും പറയണ്ടേ, നിങ്ങൾ തെങ്ങ് കയറുന്ന ആൾക്കാരാണോ മരം മുറിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പണത്തിനോട് സ്വപ്നം കണ്ട് ജീവിക്കണ്ട. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉഷ്ണം കൂടിയിട്ട് മനുഷ്യൻ്റെ ശരീരത്തിന് എന്തെങ്കിലും തളരുക, അല്ലെങ്കിൽ പ്രഷർ കുറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല അപകടം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് രാവിലെ പുലർച്ചെ പോയിട്ട് ഒരു 8 മണി 10 മണി ആകുമ്പോഴത്തേന് ആ ബൈക്കണ തെങ്ങ് 500 രൂപ 500 1000 രൂപ വെച്ച് 1000 അത് സ്വപ്നം കണ്ടാൽ മതി. വല്ലാതെ സ്വപ്നം കാണാൻ നിൽക്കണ്ട. കാരണം പിന്നെ പെങ്ങളെ മരുവനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂപ്പരാർ ആ 1-2 കുറച്ച് തെങ്ങുമ്പോൾ കയറിയിട്ട് അവസാനത്തെ തെങ്ങുമ്പോൾ പിന്നെയും കയറാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മൂപ്പരാർ, ഞാൻ പറഞ്ഞില്ല, ആ മിഷൻ വെച്ചിട്ട് അങ്ങോട്ട് ആ പകുതി മുക്കാലാന്ന് നിങ്ങൾ മൂപ്പരെ താഴത്ത് വീണിട്ടുണ്ടാവും. പക്ഷേ ആ കയറുന്ന സമയത്ത് എന്ത് പറ്റിയാൽ മൂപ്പരൊക്കെ എന്തോ സംഭവിക്കുന്നത് കണ്ടപ്പോൾ മൂപ്പരെ വേഗം വെള്ളം ചോദിച്ചപ്പോൾ ആൾ തല വെച്ചിട്ട് അടിച്ചിട്ടിപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ വല്ലാതെ സ്വപ്നം. ഞാൻ ഇപ്പോൾ രാവിലെ 4 മണിക്കപ്പോൾ നീക്കണേ, എത്ര നേരത്തെ നീക്കണമെന്ന് എനിക്ക് അറിയില്ല. മറ്റിപ്പോൾ 4 ദിവസമായിട്ട് 4 മണിക്ക് നീച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരികയാണ്. അപ്പോൾ ഇപ്പോൾ 4 തെങ്ങ കയറിയത്. ഇനി 2, 3, 4 എണ്ണം കൂടി കയറിയാൽ ഞാൻ നിർത്തുകയാണ്. വയ്യ, ചൂട് ഉഷ്ണം സഹിക്കാൻ പറ്റണില്ല. ആകെ അങ്ങോട്ട് തളരുക, മനുഷ്യൻ ആകെ അങ്ങോട്ട് തളർത്തുക. പിന്നെ ആരോഗ്യം കൊണ്ട് കിട്ടുന്നില്ല. തെങ്ങിൻ്റെ മുകളിൽ ഇത്രയും മിഷൻ വെച്ചിട്ടൊന്നും ഇവിടെ കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ തളപ്പിട്ടിട്ടാണ് ഞാൻ ഈ കയറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പലരും തവണ പറയുന്നുണ്ട്. ഓമക്കായ, പപ്പക്കായ, അങ്ങനെ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ആണ്. ഓമക്കായ എന്ത് വേണമെങ്കിലും, മാങ്ങ, ചക്ക, എന്തുണ്ടെങ്കിലും പടച്ചോന് ഇവിടെ ബോംബെ വന്നിട്ട് ഇന്ന അള്ളാഹു സുബ്ഹാനഹു തആല ബുദ്ധിമുട്ടിയിട്ടില്ല. ഏതൊരു പറമ്പിൽ ചെന്നാലും അവർ പറിച്ച് പോകാൻ പൊട്ടിച്ചോട്ടെ അറിയും. കാരണം അവരെ തെങ്ങുമ്പത്തെ ഇളനീന്, ചക്ക, മാങ്ങ, തേങ്ങ എന്തും അതിനൊരു ഭാഗ്യം എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. കറി ഉണ്ടാക്കണം, മുരിങ്ങക്കായ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ ഓമക്കായ ഉണ്ടാക്കണോ, പിന്നെ മീൻകറിൻ്റെ മാങ്ങ ഇടണോ, ഒന്നും ഒരു ബുദ്ധിമുട്ടും അള്ളാഹു എന്നെ വരുത്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വലിയ വർത്തമാനം പറയില്ല, നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നെടുത്ത് വിടണമുണ്ട്. ഇപ്പോൾ അതാ ചെറിയ ആ ഓമക്കായൻ്റെ നമ്മൾ ചെറുതുണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ച് ഇനി അതുകൊണ്ട് തേങ്ങ അരച്ചിട്ട് കറിയുണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് പൈസ നല്ല ലാഭം കിട്ടും. അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല പൈസ, ഇതിനൊന്നും ആ തക്കാളി ഉള്ളിയും പച്ചമുളകും മതി. ബാക്കി നല്ല രസത്തിൽ ഞാൻ തേങ്ങ ഉണ്ടാക്കും. പിന്നെ മീൻ പൊരിച്ചത്, ഉണക്കസ്രാവ്, അവിടെ കുറച്ച് ഉണക്കൽ വാങ്ങിക്കൊണ്ടിരും, അല്ലെങ്കിൽ കുറച്ച് മീൻ വാങ്ങിക്കൊടുത്തിട്ട് അതും പൊരിക്കും. അല്ലാ വയ്യ പൊന്നാര മക്കളെ. ഇവിടെ ഇനി ഒരു ചിലപ്പോൾ നാളെ കൂടി പണി ഉണ്ടാവുള്ളൂ. കാരണം ഒരു പണി തീർക്കാച്ചില്ല. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ വീഡിയോ ഷോർട്ട്